Am I audible? Yes, ma'am. Yes. Good evening. Good evening, everyone. Good evening, ma'am. Ma'am. Okay, let's get started. എല്ലാവരും കഴിയുന്നതും മ്യൂട്ടാക്കി വെക്കാൻ ഒന്ന് ശ്രമിക്കുക, ഓക്കെ? സോ ദാറ്റ് നമുക്ക് എക്കോസിന്റെ പ്രോബ്ലം അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. എനിവേ ഐ എം സോ ഗ്ലാഡ് ടു ബി ഹിയർ വിത്ത് ഓൾ ഓഫ് യു ടുഡേ. But before we dive into the lesson, I want to take a moment to talk about why we are here. It's not just to tick off syllabus topics, but to prepare to grow and to give our best as we move closer to the examinations. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എക്സാം മേ ബി ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ ആ ഒരു ടൈമിലാണ് വരാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം സാർ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരു 100 days മുന്നിൽ കരുതിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വൺ മോർ തിങ്, എക്സാംസ് എന്ന് പറയുന്നത് ആർട്ട് ജസ്റ്റ് ടെസ്റ്റ് ഓഫ് മെമ്മറി, ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ വേണം കരുതാൻ. Opportunities to challenge yourself, to see how far you have come, and to push the boundaries of what you believe you're capable of. അതായത് ഈ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours അല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇത് കിട്ടിയാൽ മാത്രമേ, ഇത് കിട്ടണ്ട എന്നല്ല പറയുന്നത്, ബട്ട് ഇത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഇതിലും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, ബട്ട് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കരുതാൻ. ഇത് ഒരു മണിക്കൂർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ അവിടെ ആപ്ലിക്കബിൾ ആവാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ എത്രത്തോളം മുന്നോട്ട് വന്നു, നമ്മുടെ ബൗണ്ടറീസിൽ നിന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് എത്തി എന്നുള്ളൊരു ടെസ്റ്റാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ആൻഡ് യെസ്, there will be moments when it feels overwhelming, but remember, the difference between a stumbling block and a stepping stone എന്ന് പറയുന്നത് is how you use it, അല്ലെ? സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവാം, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആവാം, നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള ഒരു പോയം ഉണ്ട്, യുലീസസ് ബൈ ടെനിസൺ. അതിന്റെ ലാസ്റ്റ് ലൈൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വളരെ പവർഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. എന്താ അതിന്റെ ലാസ്റ്റ് ലൈനിൽ പറയുന്നത്? ഓർമ്മയുണ്ടോ? Exactly. To strive, to seek, to find and not to yield. എന്താ അത് വളരെ പവർഫുൾ ആയി. ഇത് എന്താ പറയണ്ടത്, ഇത് ജസ്റ്റ് പോയിട്രി അല്ല, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. യെസ്, അത് തന്നെ, അതൊരു മൈൻഡ് സെറ്റ് ആണ്. അതായത് ഇറ്റ്സ് അബൌട്ട് പെർസിവിയറൻസ്, കറേജ് ആൻഡ് ദ റിഫ്യൂസൽ ടു ഗിവ് അപ്പ് ഈവൻ വെൻ ദ പാത്ത് ഇസ് ടഫ്. സോ അതായിരിക്കണം നമ്മുടെ എയിം. നമ്മളെ മുന്നിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ എല്ലാം തന്നെ മറികടന്ന് അവിടെ എത്തണം. ഇപ്പം ചിലവർ വിചാരിക്കുന്നല്ലോ, ഞാൻ ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി സ്റ്റാർട്ട് ചെയ്താൽ പഠിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ എത്തോ, അല്ലെങ്കിൽ കുറെ പേര് എന്താ പറയാ, ചിലവർ കുറച്ച് ഇപ്പം ആദ്യമായിട്ട് എഴുതുന്നതായിരിക്കും എക്സാം, മറ്റു ചിലവർ കുറെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ളവരായിരിക്കാം. ബട്ട് അങ്ങനെ വിചാരിക്കാതെ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരിച്ച രീതിയിൽ എത്താൻ കഴിയും. സോ അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു സേയിങ് ഉണ്ട്, ഇറ്റ്സ് ഓൾവേസ് സീംസ് ഇംപോസിബിൾ അൺടിൽ ഇറ്റ് ഇസ് ഡൺ. അത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ഇനി ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇനി എന്താ മറ്റുള്ളവരെല്ലാം ഇത്രയും മുന്നിലെത്തി, ഞാൻ പുറകിലല്ലേ, അങ്ങനെ വിചാരിക്കരുത്. ഇത്രയും മനസ്സിൽ വിചാരിച്ചാൽ മതി. ഒരു അതേപോലെ തന്നെ എഡിസന്റെ ഒരു സേയിങ് ഉണ്ട്, ലൈക്ക് our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. അപ്പം ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വൺ മോർ ടൈം ആയിട്ട് വേണം നിങ്ങൾ കരുതാൻ. സോ ടുഡേ ആൻഡ് എവറി ഡേ until your exams, show up for yourself. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കൊന്നും വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടിയിട്ട് give it your best. Your future self will thank you for it. So on that note, ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ റിവിഷനിലേക്ക് നമുക്ക് കടക്കാം. ബ്രോഡ്ബാൻഡിന്റെ ഇഷ്യൂസ് കാരണം ഞാൻ തൽക്കാലം വീഡിയോ ഓഫ് ചെയ്യാണ്. നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ മാം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സൂപ്രാ സെഗ്മെന്റൽസ്, അതുപോലെ തന്നെ സിലബിൾസ് ഉണ്ട്, മോർഫോളജി. ഈ 3 ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഷാൽ വി മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the smallest unit of speech sound that can form a rhythmic beat in a word? Option A, phoneme. Option B, morpheme.
ഓപ്ഷൻ സി സിലബിൾ, ഓപ്ഷൻ ഡി ഗ്രാഫീൻ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചത് ക്വസ്റ്റ്യൻ റിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കാം. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീഡ് സൗണ്ട് ദാറ്റ് ക്യാൻ ഫോം എ റിതമിക് ബീറ്റ് ആണ് ഞാൻ ചോദിച്ചത്, നോട്ട് ജസ്റ്റ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീഡ് സൗണ്ട്. യെസ് സാജിദ, യെസ് അശ്വിനി. ഇതാണ് ട്രിക്കി ആയിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. യെസ്, എക്സാക്ട്ലി. ദ ആൻസർ ഇസ് സി, സിലബിൾ ആണ്. അതാണ്, അതായത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീഡ് സൗണ്ട് ദാറ്റ് ക്യാൻ ഫോം എ റിതമിക് ബീറ്റ് ഇൻ എ വേർഡ് എന്ന് പറഞ്ഞാൽ സിലബിൾ ആണ്. അപ്പൊ ഫൊണീം എന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? അത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? ഫൊണീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട്. യെസ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് മാത്രമാണ് ഇൻ സ്പീച്ച്. അങ്ങനെയാണെങ്കിൽ മോർഫീം എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ്. യെസ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് meaningful unit. യെസ്, മീനിങ്ഫുൾ യൂണിറ്റ് ആണ്. കഴിയുന്നത് എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കാം. ഓക്കെ, ദെൻ സിലബിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗ്രാഫീം എന്താണ്? ഗ്രാഫീം സ്മോളസ്റ്റ് യൂണിറ്റിന് ഗ്രാഫീം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. റിട്ടൺ ലാംഗ്വേജിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. റിട്ടൺ ലാംഗ്വേജിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അതായത് ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ ഓർ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് റെപ്രസെന്റ്സ് എ സൗണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഷിപ്പ് എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 3 ഗ്രാഫീംസ് ആണുള്ളത്. അതായത് ഷ്, ഇ, പ്. സിലബിൾസ് അല്ല പറയുന്നത്, ഗ്രാഫീം റിട്ടൺ ലാംഗ്വേജിനെയാണ് പറയുന്നത്. യെസ്, അതെ. ഇവിടെ ഹർഷ, സജിത, റാബിന എല്ലാവരും ആൻസേഴ്സ് തരുന്നുണ്ട്. സ്മോളസ്റ്റ് യൂണിറ്റിനോ റിട്ടൺ ലാംഗ്വേജ് ആണ് ഗ്രാഫീം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ യൂഷ്വൽ സ്ട്രക്ചർ ഓഫ് എ സിലബിൾ ഇൻ ഇംഗ്ലീഷ്? ഇത് വളരെ ഈസിയാണ്. യെസ്, റബീന ആൻസർ തന്നു, റസീന, സാന്ദ്ര, ഫാരിസ, സാജിദ, അരുണിമ, ശ്യാമ. യെസ് യെസ്, എ. അതായിരിക്കും ഒരു ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. കോൺസണന്റ്, വവൽ. കോൺസണന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂഷ്വൽ സിലബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലായിരിക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which part of the syllable contains the vowel and forms the peak of the syllable? Yes, Kalhara, Arunima, Rabina, Shyama, Tara, Sandra, Safia, all correct answers on that. Exactly. അതായത് ആൻസർ ബി, ന്യൂക്ലിയസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓപ്ഷൻസിൽ ഓരോന്ന് ആയിട്ട് ചോദിക്കട്ടെ. എന്താണ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ? Releasing consonant. Yes, consonant at the beginning of a syllable ആണ് നമ്മുടെ ഓൺസെറ്റ് എന്ന് പറയുന്നത്. കോഡ ആണെങ്കിൽ Arresting consonants. അറസ്റ്റിംഗ്. ഞാൻ റിലീസിംഗ് ആൻഡ് അറസ്റ്റിംഗിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഓൺസെറ്റ് ആൻഡ് കോഡ, അതിൽ ടേമിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം, ബട്ട് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ടേമിന്റെ കാര്യത്തിൽ. ഇവിടെ ഞാൻ ചോദിച്ചിട്ടുള്ളത് ദ വവൽ, ദ വിച്ച് പാർട്ട് ഓഫ് ദ സിലബിൾ കണ്ടെയ്ൻസ് ദ വവൽ ആൻഡ് ഫോംസ് ദ പീക്ക് ഓഫ് ദ സിലബിൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. അതിൽ ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ കൺസണന്റ് അറ്റ് ദ ബിഗിനിങ്ങും കോഡ എന്ന് പറയുന്നത് കൺസണന്റ് അറ്റ് ദ എൻഡും ആണ്. അങ്ങനെയാണെങ്കിൽ റൈം എന്താണ്? യെസ്, ഫൈനൽ കൺസണന്റ് ആണ്. ഓക്കെ, കൽഹാര. അങ്ങനെയാണെങ്കിൽ റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? Rhyme includes both the nucleus and the coda. So it's larger than the nucleus. Rhyme എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ RHYME എന്നുള്ള സ്പെല്ലിംഗിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. RIME റൈം എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ന്യൂക്ലിയസും ഉണ്ടാവും, അതുപോലെ തന്നെ കോഡയും ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റൈം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിറ്റ് എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ
IT എന്ന് പറയുന്ന ആ ഒരു ഇറ്റ് എന്ന് പറയുന്ന അതാണ് റൈം എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ കോഡ. ഓക്കെ, യെസ് സുരഭി, അത് തന്നെ. ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് കോഡ ആണ് റൈം എന്ന് പറയുന്നത്. സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ. Okay. Which of the following are sounds produced without any significant obstruction in the vocal tract? Option A, consonants. Option B, contoids. Option C, vocoids. Option D, plosives. Yes. Arinima, Sajida, Harsha, Elarum, Sandra, Elarum answers that. Sabira. So the B, yes. C, option C. Okay. അപ്പം ഇവിടെ ആൻസർ എന്താണ് പറയുന്നത്? വോക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ ഓപ്പൺ വോക്കൽ ട്രാക്ട് ആണ് വിതൗട്ട് എനി സിഗ്നിഫിക്കന്റ് ഒബ്സ്ട്രക്ഷൻ. ഈ വോക്കോയിഡ്സ് ആൻഡ് കോൺടാക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? യെസ്, പൈക്ക്. കെന്നത്ത് എൽ പൈക്ക്. അതെ സഫിയ, യെസ്, കെന്നത്ത് എൽ പൈക്ക് ആണ്. എക്സാക്ട്ലി. സാബിറ, ഷൈന, യെസ്. അങ്ങനെയാണെങ്കിൽ കോൺസണൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട്സ് മേഡ് വിത്ത് സം ഡിഗ്രി ഓഫ് ഒബ്സ്ട്രക്ഷൻ അല്ലെ ഇൻ ദ വോക്കൽ ട്രാക്റ്റിൽ ഉണ്ടാകും. പിന്നെ വേറെ ഓപ്ഷൻസിൽ വരുന്നത് വോക്കോയിഡ്സ്, കോൺടോയിഡ്സ് ആണെങ്കിൽ എന്താണ്? അതും ഫോണറ്റിക് യൂണിറ്റ്സ് ആണ്, സിമിലർ ടു കോൺസണൻസ് അല്ലെ. അവർ ഡിഫൈൻ ചെയ്യുന്നത് ആർട്ടിക്കുലേറ്ററി ഫീച്ചറിന്റെ ബേസിസിലാണ്. പ്രൊഡ്യൂസ്ഡ് വിത്ത് സം കൈൻഡ് ഓഫ് കൺസ്ട്രിക്ഷൻ ഓഫ് ക്ലോഷർ ഇൻ ദ വോക്കൽ ട്രാക്ട്. അതാണ് കോൺടോയിഡ്സ് എന്ന് പറഞ്ഞാൽ. പ്ലോസീവ്സ് എന്ന് പറഞ്ഞാലോ സഡൻ റിലീസ് ഓഫ് എയർ ആണ് ഉണ്ടാവുക, പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ എയർ ഫ്ലോ. എത്ര പ്ലോസീവ്സ് ആണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 6. യെസ്, 6 ആണ്. ഇത്രയാണ് പ്ലോസീവ്സ് ഉള്ളത്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്? വാട്ട് ഈസ് എ കോൺടോയിഡ്? എന്താണ്? അതെ, 6 കോൺസണന്റ് പ്ലോസീവ്സ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് എ കോൺടോയിഡ്? A sound that functions as a vowel ആണോ? A sound made with an open vocal tract ആണോ? A consonant like sound with constriction ആണോ? അല്ലെങ്കിൽ a combination of 2 vowels ആണോ? Yes, it's option C, a consonant like sound with constriction ആണ് കോൺടോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതും ഈസി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following words has a closed syllable structure? Yes, Shweta, Alnima, Sandra, Sajida, Sabira, Shyama. Okay, അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലോസ്ഡ് സിലബിൾ എന്ന് പറഞ്ഞാൽ? What do you mean by closed syllable? Yes, a syllable that ends with the 1 or more consonants. അതെ, കോൺസണൻസിൽ എൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A syllable that ends in a vowel sound is called a open syllable, closed syllable, stressed syllable, weak syllable. നമ്മൾ ഇവിടെ ഓൾറെഡി ക്ലോസ് സിലബിൾ കണ്ടു. അപ്പം ഇതെന്താണ്? ആൻസർ ഓപ്പൺ സിലബിൾ അല്ലെ, എ ആണ്. ഓപ്പൺ സിലബിൾ എന്ന് പറഞ്ഞാൽ എൻസിന് വവൽ സൗണ്ട് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാൻ കഴിയോ? Open syllable no example. Go. Go, yes, go. Ends in a vowel sound. See, me, yes. Okay. അപ്പോൾ open syllable അറിയാം, closed syllable അറിയാം. അങ്ങനെയാണെങ്കിൽ stressed syllable എന്ന് പറഞ്ഞാൽ?
ഏത് സിലബിളിനെയാണോ സ്ട്രെസ് ചെയ്യുന്നത് ആ സിലബിൾ ആണ് സ്ട്രെസ്ഡ് സിലബിൾ എന്ന് പറയുന്നത്. വീക്ക് സിലബിൾ ആണെങ്കിൽ വീക്ക് ആയിട്ടുള്ള സിലബിൾ, റെഡ്യൂസ്ഡ് സ്ട്രെസ് ഉള്ള സിലബിൾ. ഓപ്പൺ നമ്മുടെ ഷ്വാ സൗണ്ട് ഒക്കെ വരുന്നതാണ് വീക്ക് സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ which of the following is a syllable with no onset? A cat, B up, C top, D ship. What is a syllable with no onset? Correct. അപ്പൊ ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കണ്ടതാണ്. എന്താണ് അപ്പ് എന്ന് പറയാൻ കാരണം? എന്താണ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് കൺസണന്റ് ആയിരിക്കണം അല്ലെ. ഇവിടെ ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ കാറ്റിന് ബിഗിനിങ് കോൺസണന്റ് ആണ്, ടോപ്പ് ബിഗിനിങ് കോൺസണന്റ് ആണ്, ഷിപ്പിന് ബിഗിനിങ് കോൺസണന്റ് ആണ്. ആകെ അപ്പ് എന്നുള്ള വേർഡിന് മാത്രമേ കോൺസണന്റ് ഇല്ലാതെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിലബിൾ വിത്ത് നോ ഓൺസെറ്റ് ഓപ്ഷൻ ബി ആയ അപ്പിന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സിലബിൾ സ്പ്ലിറ്റ് വാട്ട് ഇസ് ദ ഓൺസെറ്റ്? ശ്രദ്ധിക്കണം, ഓൺസെറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഉറപ്പാണോ ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്? യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി തന്നെയാണ്. കാരണം ഒരു സിലബിൾ സ്ട്രക്ചറിൽ ഓൺസെറ്റ് എന്ന് പറയുന്നത് ഇസ് ദ കോൺസണന്റ് ഓർ കോൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് അപ്പിയേഴ്സ് ബിഫോർ ദ വവൽ. അപ്പം ഇവിടെ വരുന്നത് SPL എന്ന് പറയുന്ന കോൺസണന്റ് ക്ലസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ SPL ആണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. അപ്പൊ ന്യൂക്ലിയസ് ഏതായിരിക്കും? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഇ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോഡ സൗണ്ട് ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. യെസ്, what is a consonant cluster? A group of vowels together in a syllable. B, two or more consonants occurring together without a vowel between them. C, a consonant followed by a vowel. D, a consonant with a nasal sound. Yes, B ആണല്ലേ. Two or more consonants occurring together without a vowel between them. അതിനെയാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. കോൺസണന്റ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നിൽ മാത്രമേ ഉണ്ടാവും, ബിഗിനിങ് ആവും എൻഡും ആകാം അല്ലെ. They can occur at the beginning or end of a syllable. Two or more consonant, അതിനെയാണ് നമ്മൾ കോൺസണന്റ് ക്ലസ്റ്റേഴ്സ് പറയുന്നത്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണോ പറയുന്നത്? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ. ഓക്കെ 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 ഓക്കെ. Then we'll move to the next question. Which of the following words contains an initial consonant cluster? Apple, train, eat, orange. Yes, Krishna, Pariza, Saliha, Sandra, Safiya, Aman, Ashwini, Safiya, Sajida, Lakshmi, Mariam, എല്ലാവരും പറയുന്നുണ്ട്. കറക്റ്റ്. ഏതാണ്? ദി ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ ഏതെല്ലാം കോൺസണന്റ് ക്ലസ്റ്റേഴ്സ് വരുന്നത്? TR അല്ലെ. യെസ്. ആപ്പിൾ ആണെങ്കിൽ ആൽ ആണ് തുടങ്ങുന്നത്, ഇറ്റ്സ് എ വവൽ. ഈറ്റ് ആണെങ്കിൽ ഇ എന്ന് പറയുന്നതിലാണ് തുടങ്ങുന്നത്, അഗെയിൻ ഇറ്റ്സ് എ വവൽ. ഓറഞ്ച് ആണെങ്കിലും ഓ ലാണ് തുടങ്ങുന്നത്. സോ ട്രെയിൻ ആണ് കോൺസണന്റ് ക്ലസ്റ്റർ വരുന്നത്, TR എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ abutting consonants? A, two consonants in the same word. B, two or more consonants occurring at syllable boundaries. C, consonants joined with a vowel between them. D, consonants at the beginning of a word.
അതെ, എപ്പറ്റിക് കോൺസണൻസ് എന്ന് പറയുന്നത്. വെരി ഗുഡ്, ഐ എം ഹാപ്പി ടു സീ ഓൾ ഓഫ് യു ആർ ആൻസറിങ്. യെസ്, 2 or more consonants occurring at syllable boundaries നെയാണ് നമ്മൾ എപ്പറ്റിക് കോൺസണൻസ് എന്ന് പറയുന്നത്. അതെ, where one syllable ends and another begins, അല്ലേ? Or within a syllable but at the boundary between its parts. Onset coda അവിടെ വരുന്നതാണ്. Consonants occur together in a word. അതെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് പറയാം? എപ്പറ്റിക് കോൺസണൻസിന് began, yes. Center, yes. Began. Football, thunder, yes. That is a lot. Napkin, football, correct. Mutton, അതൊക്കെ തന്നെ നമുക്ക് എപ്പറ്റിക് കോൺസണൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the word dog, what role does the d play? A resting consonant, ambisyllabic consonant, releasing consonant, abutting consonant? Yes, Shweta, Sharina, Harsha, Saliha, Jasmine, Sajida, Krishna, Rabina, Sandra, Namita, Mariam, Safira, Arunima. Yes. എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണ് തരുന്നത്. ഏതാണ് ഡോഗ് എന്ന് പറയുന്നത്? വാട്ട് റോൾ ഡസ് ഡി പ്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലീസിംഗ് കോൺസണന്റ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? റിലീസിംഗ് കോൺസണന്റ് ആണ്. ഇൻ സിലബിൾ സ്ട്രക്ചർ കോൺസണന്റ്സ് ക്യാൻ ഹാവ് ഡിഫറെന്റ് റൂൾസ് ഡിപെൻഡിങ് ഓൺ ദി പൊസിഷൻ. അപ്പൊ റിലീസിംഗ് കോൺസണന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിമിലർ ടു ഓൺസെറ്റ്. അറസ്റ്റിംഗ് കോൺസണന്റ് ആണെങ്കിൽ ഇറ്റ്സ് സിമിലർ ടു കോഡ. ആംബിസിലാബിക് നമ്മളിപ്പോ കണ്ടു. എപ്പറ്റിക് കോൺസണന്റ് ആണെങ്കിൽ എന്താണ്? എപ്പറ്റിക് കോൺസണന്റ് ആംബിസിലാബിക് എന്താണ്? എപ്പറ്റിക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Consonant that belongs to both syllables ആണ് ആംബിസിലാബിക് പറയുന്നത്. ബൗണ്ടറീസ് ലിമിറ്റ് ചെയ്യുന്നതാണെങ്കിൽ എപ്പറ്റിക് കോൺസണൻസ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് റിലീസിംഗ് കോൺസണന്റും ഓൺസെറ്റും അല്ലെങ്കിൽ റെസ്റ്റിംഗ് കോൺസണന്റ് അതേപോലെ തന്നെ കോഡ എന്ന് പറയുന്നതിൽ സ്ലൈറ്റ് ഒരു ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒരു ഓൺസെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഡ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് അനാലിസിസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് റിലീസിംഗ് കോൺസണന്റ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് കോൺസണന്റ് എന്ന് പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷനിലാണ്. അതായത് ഓൺസെറ്റ് എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് ദ സിലബിൾ ബിഫോർ ദ വവൽ. ഇറ്റ് ക്യാൻ ബി 1 or more consonants. നേരെ മറിച്ചിട്ട് റിലീസിംഗ് കോൺസണന്റ് ആണെങ്കിൽ a consonant sound that releases or starts the vowel in a syllable. അതിനെയാണ് നമ്മൾ ഓൺസെറ്റ് ആൻഡ് റിലീസിംഗ്. അതായത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ടെർമിനോളജിയിൽ മാത്രം സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ടേം ആണ്. ഓൺസെറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ടേമും റിലീസിംഗ് കോൺസണന്റ് എന്ന് പറയുന്നത് ഫോണറ്റിക് ടേമുമാണ്. ദാറ്റ് ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് ദ സൗണ്ട് ഇൻ സ്പീച്ച്. അത് രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മെൻഷൻ ചെയ്തത്. ഓൾമോസ്റ്റ് ദേ ആർ സിമിലർ. ഓക്കെ ആണോ? Yes. Okay. So അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. Which of the following is an example of an ambisyllabic consonant? N in sun, P in happy, S in snake, D in doll. Yes, it's P in happy ആണ്. Correct. എന്താണ് അപ്പൊ ambisyllabic consonants എന്ന് പറഞ്ഞാല്? Consonant that belongs to both syllables in a word. അല്ലേ? മിഡിൽ പൊസിഷൻ ആയിരിക്കും അധികം അതിനുണ്ടാവാം. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഹാപ്പി അല്ലാതെ സമ്മർ, എക്സാക്ട്ലി, ബെറ്റർ. അതെ, ഇതിനൊക്കെ തന്നെ നമുക്ക് ആംബിസിലാബിക് ആണെന്ന് പറയാം. അപ്പം ആംബിസിലാബിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസണന്റ് that belongs to both syllables in a word. Typically അത് മിഡിൽ പൊസിഷനിലായിരിക്കും ഉണ്ടാക്കുക. Manner, exactly, Harsha. Ade. Manner. So next question. What does phonotactics study? A, rules of word meaning. B, rules of sentence structure. C, rules about the order and combination of speech sounds.
D. Stress and intonation patterns. Yes, exactly. എന്താണ് റൂൾസ് അബൌട്ട് ദ ഓർഡർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫോണോടാക്ടിക്സിൽ പഠിക്കുന്നത് അല്ലേ? അതായത് റൂൾസ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ്? സെമാന്റിക് റൂൾസ് ഉണ്ടാകാം, സിന്റാക്ടിക് റൂൾസ് ഉണ്ടാവാം, പ്രൊസോഡി വരും. ഇതെല്ലാം തന്നെ ഇതിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, ഫോണോടാക്ടിക്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കേ, അപ്പം അത് സൗണ്ട് അറേഞ്ച്മെന്റ് റൂൾസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഫോണോടാക്ടിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുല്യ ആംബിസിലബിക്കും അബട്ടിങ്ങും ഇല്ലേ? ഓൾമോസ്റ്റ് സെയിം ആണോ രണ്ടും? അല്ല, ഓൾമോസ്റ്റ് ചെറിയ രീതിയിൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ബട്ട് രണ്ടിനും വരുന്നതാണ്. ബട്ട് സ്ലൈറ്റ് പറഞ്ഞ മാതിരി ടെർമിനോളജിയിലെ ഡിഫറൻസ് രണ്ടെണ്ണത്തിലുണ്ട്. ഒന്ന് ആംബി സിലാബിക് ആണ് പറയുന്നതെങ്കിൽ ഒന്ന് അബട്ടിക്, ഒന്ന് ബൗണ്ടറിയിൽ വരുന്നതും ഒന്ന് അതേ രണ്ടിനും കൂടെ ഷെയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതും. അതായത് ഒരു അബട്ടിങ് കോൺസണന്റ് എന്ന് പറയുന്നത് ബൗണ്ടറിയിൽ വരുന്നതാണ്, അതായത് രണ്ടും ചിലപ്പോൾ രണ്ട് സിലബിളിൽ പെടുന്നതാണ്. ബട്ട് നേരെ മറിച്ചിട്ട് മറ്റേ നമ്മളെ ആംബി സിലാബിക് എന്ന് പറയുന്നത് രണ്ടിനും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay. Which of the following is a phonotactically illegal initial cluster in English? Illegal ആയിട്ടുള്ള initial cluster in English ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ST വരുന്നുണ്ട്, BL വരുന്നത്, DL, GR. അതെ, ഓപ്ഷൻ സി DL ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ST തുടങ്ങുന്ന ഒരു വേർഡ് പറഞ്ഞേ. സ്റ്റാർട്ട്. അതെ. Then BL ആണ് സ്റ്റാർ. അതെ, സ്റ്റോപ്പ്, സ്റ്റേ, സ്റ്റാക്ക്, സ്റ്റേബിൾ. അതെ, അത് അപ്പം ഫോണോടാക്ടിക്കലി നമുക്ക് ലീഗൽ ആയിട്ടുള്ളതാണ് ഇംഗ്ലീഷില്. അങ്ങനെയാണെങ്കിൽ BL ആണെങ്കിലോ? ബ്ലാസ്റ്റ്, യെസ്, ബ്ലൂ, ബ്ലൈൻഡ്, ബ്ലെയിം, ബ്ലാക്ക് സ്മിത്ത്, ബ്ലോസം. അതെ. GR ആണെങ്കിൽ ഗ്രീഡ്, then green, grow, blanket. Okay, yes. അപ്പം DL നമുക്ക് പൊതുവെ ഇംഗ്ലീഷിൽ ഇല്ലീഗൽ ആയിട്ടാണ്. ഫോണോടാക്ടിക്കലി നമ്മൾ അങ്ങനെ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതില്ല. സോ അത് ഓപ്ഷൻ സി DL തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യെസ്, ഗ്രാൻഡ്, ഗ്രൗണ്ട്, ഗ്രിം, ഗ്രീൻ, ഗ്രൂപ്പ് എല്ലാം പറയുന്നുണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ സൂപ്രാ സെഗ്മെന്റൽസിലേക്ക് കടന്നിട്ടുണ്ട്. ദ മ്യൂസിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പീച്ച് ആർ നോൺ ആസ് സിമ്പിൾ. അതെ, സൂപ്രാ സെഗ്മെന്റൽ ഫോണീംസ്, എക്സാക്ട്ലി. മ്യൂസിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പീച്ച് ആണ് സൂപ്രാ സെഗ്മെന്റൽ ഫോണീംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? rhythm, intonation, pitch, stress. Pitch, stress, rhythm, intonation, ഇതൊക്കെ തന്നെ സൂപ്രാ സെഗ്മെന്റൽസിൽ വരുന്നതാണ്. സൂപ്രാ സെഗ്മെന്റൽ ഫോണീംസിന്റെ വേറൊരു പേരുണ്ടായിരുന്നല്ലോ. പ്രോസോഡിക് ഫീച്ചേഴ്സ്. യെസ്, പ്രോസോഡിക് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ സെഗ്മെന്റൽ ഫോണീംസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആസ്പെക്ട്. ഏതാണ്? പ്രൈമറി ആയിട്ടുള്ള ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെഗ്മെന്റൽ ഫോണീംസിൽ? പ്രൈമറി ഫോണീംസ് ആണ്. അതെ, വവൽസ് ആൻഡ് കോൺസണൻസ് ആണ് സെഗ്മെന്റൽ ഫോണീംസ് അല്ലെങ്കിൽ പ്രൈമറി ഫോണീംസ് എന്ന് പറയുന്നത്. ഓക്കെ, യു ആർ ഓൾ വെരി തറോ അബൌട്ട് ത്രൂ ദിസ് ടോപ്പിക്. താങ്ക്സ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സ്ട്രെസ്സും സിലബിളും കണ്ടുപിടിക്കുന്ന ഒന്നുകൂടെ പറഞ്ഞിരുന്നു. എങ്ങനെ? സ്ട്രെസ്സും സിലബിളും ഒന്ന് മനസ്സിലാക്കി പറഞ്ഞിരുന്നു.
നമ്മൾ ഇനി റിവിഷൻ വരും. അപ്പൊ റിവിഷൻ വരുമ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്സും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ടെൻഷൻ വേണ്ട. മാം, ഫോണോടാക്ടിക്കൽ സ്റ്റഡി അതൊന്ന് പറയാവോ? അത് ക്ലിക്ക് ആയില്ല. ഫോണോടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് ചില സെന്റൻസിന്റെ കൂടെ ചില സൗണ്ട്സിന്റെ കൂടെ ചില സൗണ്ട്സ് മാത്രമേ പോകൂ എന്ന് പറയുന്നത്. അതിനെയാണ് ഫോണോടാക്ടിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ DL എന്ന് പറയുന്ന ഒരു സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വേർഡ്സ് ഇല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചില വേർഡ്സിനോട് ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ തന്നെ. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വിക്ക് ഫുഡ് എന്ന് പറയില്ല. അത് ഒരുമിച്ചിട്ട് പോവാത്തതാണ് വേർഡ്സ്. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഫോണോടാക്ടിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോണോടാക്ടിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ റൂൾസ്, അതായത് ചിലതിന്റെ കൂടെ ചിലതേ പോകും എന്നുള്ള രീതിയിൽ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, പിന്നെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Primary stress is marked by vertical bar below the beginning of the syllable, horizontal bar above the beginning of the syllable, vertical bar above the beginning of the syllable, none of the above. അതെ, vertical bar above the beginning of the syllable ആണ് നമ്മൾ primary stress മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി സ്ട്രെസ് ആണെങ്കിൽ സെക്കൻഡറി സ്ട്രെസ് എങ്ങനെ മാർക്ക് ചെയ്യും? വെർട്ടിക്കൽ ബാർ ബിലോ. യെസ്, അതെ, വെർട്ടിക്കൽ സ്ട്രോക്ക് ബിലോ, അത് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which language is not a tone language? Mandarin Chinese, B Thai, C English, D Yoruba. നമുക്ക് ഒബ്വിയസ് ആയിട്ട് വരുന്ന ആൻസർ നമുക്ക് എന്താ പറയാ? ഏതാണ് ടോണൽ ലാംഗ്വേജ് അല്ലാത്തത്? യെസ്, ശ്വേത പറഞ്ഞ കറക്റ്റ് ആണ്. സി. ബാക്കി എന്താ ആൻസർ ചെയ്യാത്ത? സൗമ്യ, ശ്യാമ, സാന്ദ്ര. യെസ്, അതെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടോണൽ ലാംഗ്വേജ് അല്ല, അല്ലെ? ടോണൽ ലാംഗ്വേജസിൽ എന്താ സംഭവിക്കുന്നത്? പിച്ച് വേരിയേഷൻസ് ആണ് മീനിങ്സിന് ഡിഫറെന്റ് ആയിട്ട് കൺവേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ചൈനീസ് അല്ലെങ്കിൽ കൊറിയൻ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കൊറിയൻ ഡ്രാമാസ് എല്ലാം കാണുന്നത്, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ടോണിലാണ് അവരുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മീനിങ് ചേഞ്ച് എല്ലാം മനസ്സിലാക്കുന്നത്. അതായത് ചൈനീസിലൊക്കെ പറയുകയാണെങ്കിൽ 4 മെയിൻ ടോൺസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. തായിലാണെങ്കിൽ 5 ടോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂറോബയിലാണെങ്കിൽ I think 3 ടോൺസ് ആണെന്ന് തോന്നുന്നു. സോ English is not a tone language. We use stress and intonation. അല്ലെ, സുപ്രാസെഗ്മെന്റൽസ് ആണ്, അല്ലാതെ ലെക്സിക്കൽ ടോൺസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. പിച്ച് ചേഞ്ച് ചെയ്യും, കൺവേ ചെയ്യാം, മീനിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺവേ ചെയ്യാൻ നമ്മൾ ഒരു സെന്റൻസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേർഡ് മീനിങ്സ് മാറ്റാനല്ല ഈ യൂസ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ഇസ് നോട്ട് എ ടോണൽ ലാംഗ്വേജ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of words that receive the least stress in a sentence are A. Function words, B. Form words, C. Content words, and D. Lexical words. Yes. Option A. Function words ആണ്. ഫങ്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു വേർഡ്സും കൂടെ നമ്മൾ പേര് പറയല്ലോ. എന്താണ്? Structural, closed, grammatical words. Grammatical, yes, അത് grammatical words. അപ്പം കണ്ടന്റ് വേർഡ്സ് അല്ലെങ്കിൽ ഫോം വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലെക്സിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ്. യെസ്, എക്സാക്ട്ലി, സഫിയ പറഞ്ഞ പോലെ തന്നെ ലെക്സിക്കൽ ആണ്. സോ ഫോം വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് ലിംഗ്വിസ്റ്റിക് ടേം ഫോർ ദിസ് ഡിസ്റ്റിങ്ഷൻ. ഈ കാറ്റഗറിയിൽ വരുന്നതല്ല. കണ്ടന്റ് വേർഡ്സ് ആൻഡ് ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്, മീനിങ് ഫുൾ ആയിട്ടുള്ളത്. റിസീവ് ദ മോസ്റ്റ് സ്ട്രെസ്. ഓക്കെ, ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Juncture in speech refers to word stress, pause or connection between sounds, loudness of voice, repetition of words.
അതെ അതെ പോസ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജങ്ചർ എന്ന് പറയുന്നത്. അതായത് ട്രാൻസിഷൻ ഓഫ് ബൗണ്ടറി ബിറ്റ്വീൻ സൗണ്ട്സ്, സിലബിൾസ് ഓർ വേർഡ്സ് ഇൻ സ്പീച്ചിനെയാണ് നമ്മൾ ജങ്ചർ എന്ന് പറയുന്നത്. അതെ, എക്സാക്ട്ലി. അതായത് മീനിങ്ങിന് കൺവേ ചെയ്യാനും ഒക്കെ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ജങ്ചർ യൂസ് ചെയ്യണം അല്ലേ? അപ്പം ഐസ്ക്രീം എന്നുള്ളതും ഐസ്ക്രീം എന്നുള്ളതും രണ്ടും ഡിഫറെന്റ് അല്ലേ? അത് ആ ജങ്ചറിന്റെ പോസിന്റെ വ്യത്യാസത്തിലാണ് അത് പറയുന്നത്. ഒന്ന് ഐ സ്ക്രീം എന്നുള്ളതും ഒന്ന് ഐസ്ക്രീം ഒരുമിച്ചിട്ട് പറയുന്നതും. ആ ഒരു വേർഡ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ സിലബിൾ എംഫസിസ് നമ്മൾ കൊടുക്കുന്നത്, അതെ അത് തന്നെ ഹർഷ, കറക്റ്റ്. സോ ജങ്ചർ സ്പെസിഫിക്കലി ഡിനോട്ട് ചെയ്യുന്നത് പോസസ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ സൗണ്ട്സ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Ma'am, can you please explain form words, ma'am? ഏത് വേർഡ്സ്? Form words. ഫോം വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഇവിടെ യൂസ് ചെയ്യാത്തതാണ്. അതായത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് ലിംഗ്വിസ്റ്റിക് ടേം. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതിലല്ല ഫോം വേർഡ്സ് വരുന്നത്. കണ്ടന്റ് വേർഡ്സും ലെക്സിക്കൽ വേർഡ്സും വരുന്നതാണ്. Okay, ma'am. ഓക്കെ, അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. In phonological terms, what is the process called where a sound becomes more like a neighboring sound? Deletion, insertion, assimilation, epenthesis. ഇത് നമ്മൾ ക്ലാസ്സിൽ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്? യെസ്, assimilation, exactly. Assimilation എന്ന് പറഞ്ഞാൽ എന്താണ്? Where a sound changes to become more similar to a neighboring sound, അല്ലേ? അതിനെയാണ് നമ്മൾ assimilation എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ deletion എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് പറയുന്ന പോലെ തന്നെ എന്താണ് deletion? Assimilation എന്ന് പറയുകയാണെങ്കിൽ ഹാൻഡ് ബാഗ്, ഞാൻ എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത്, ഹാൻഡ് ബാഗ് എന്നുള്ളത് അസിമുലേഷനിൽ കൂടെ നമ്മൾ ഹാൻഡ് ബാഗ് എന്ന് പ്രൊനൗൺസ് ചെയ്യും ഫസ്റ്റ് സ്പീച്ചിൽ. ഡിലീഷൻ ആണെങ്കിൽ എന്താണ്? ഡിലീറ്റിംഗ് എ സൗണ്ട് ആണ്. അതായത് ഫാമിലി എന്നുള്ളത് ഫാമിലി എന്ന് പറയുന്ന പോലെ ഈ സൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നത്, സൗണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. യെസ്, എക്സാക്ട്ലി. ദെൻ അസിമുലേഷൻ ആണെങ്കിൽ എന്താണ്? അസിമുലേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞത് ജോയിൻ ആവുന്നത്, വേർ സൗണ്ട് ബിക്കംസ് മോർ ലൈക്ക് എ നെയ്ബറിംഗ് സൗണ്ട്. കബേർഡ്, എക്സാക്ട്ലി. എപെൻതിസിസോ? എക്സാക്ട്ലി, അതെ ശ്വേത. ഇൻസർഷൻ ഓഫ് എക്സ്ട്രാ സൗണ്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ, മേക്കപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ്, അതിനാണ്. അപ്പൊ FILM, ഫിലിം എന്നുള്ളത് ഫിലം എന്ന് പറയുന്നത് പോലെ തന്നെ ചില ഡയലക്ട്സിൽ അതിനെയാണ് നമ്മൾ എപെൻതിസിസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഇൻസർഷൻ ടു ബ്രേക്ക് അപ്പ് ക്ലസ്റ്റേഴ്സ്, അതിനെയാണ് നമ്മൾ ആഡിങ്. അതെ സാന്ദ്ര, അതാണ് എപെൻതിസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷൈന ചോദിച്ച ഇവിടെ വരുന്നുണ്ട്. എലീഷൻ, which term refers to the phonological process where a sound is deleted from a word? Deletionum elisionum almost similar ആണ്. Yes, it's deletion. അതെ, omission of a sound ആണ് എലീഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. എപെൻതിസിസ് പറഞ്ഞിട്ടുണ്ട്. മെറ്റാതീസിസ് എന്താന്ന്? മെറ്റാതീസിസ് ട്രാൻസ്പോസിഷൻ, എക്സാക്ട്ലി. അതായത് റീഓർഡറിങ് ഓഫ് സൗണ്ട്സിനെയാണ് നമ്മൾ മെറ്റാതീസിസ് എന്ന് പറയുന്നത്. ചിലരുടെ ASK എന്നുള്ളത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആക്സ് എന്ന് പറയുന്നത് പോലെ അതിനെ നമുക്ക് മെറ്റാതീസിസ് എന്ന് പറയാം. ട്രാൻസ്പോസിഷൻ, റീഓർഡറിങ് ഓഫ് സൗണ്ട്സ്, അതാണ് മെറ്റാതീസിസ് എന്ന് പറയുന്നത്. ബാക്കി എപെൻതിസിസ് എന്താണെന്ന് അറിയാം. ഇൻസർഷൻ ഓഫ് എ സൗണ്ട് ആണ്. അസിമുലേഷൻ എന്ന് പറയുന്നത് സൗണ്ട് ചേഞ്ചസ് ടു മാച്ച് എ നെയ്ബറിംഗ് സൗണ്ട്. മെറ്റാതീസിസ് കണ്ടു. എലീഷൻ എന്ന് പറയുന്നത് where a sound is deleted from a word. Elision and deletion are almost similar. Okay അല്ലേ? അടുത്തലേക്ക് പോവാം. ഞാൻ ഫാസ്റ്റ് ആവുന്നില്ലല്ലോ.
Ma'am, ആരാണ്? ജെറാൾഡിൻ. ma'am, metathesis example ഒന്ന് പറയാമോ മാം? അതായത് ASK ആസ്ക് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഫസ്റ്റ് സ്പീച്ചിൽ പറയുമ്പോൾ ആക്സ് ആയി പോകുന്നത് AKS ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് റീഓർഡറിംഗ് ഓഫ് സൗണ്ട്സ്. Okay, ma'am. Next question. What is a buzzword? Option A, a word used only in literature. B, a newly coined word that becomes popular in specific fields or media. C, a technical term from linguistics. D, a word that has lost its meaning. എല്ലാവർക്കും അറിയാം എന്താണ് ബസ്വേർഡ് എന്ന് പറയുന്നത്? അതെ, ഇറ്റ്സ് എ ന്യൂലി കോയിൻഡ് വേർഡ് ദാറ്റ് ബിക്കംസ് പോപ്പുലർ ഇൻ സ്പെസിഫിക് ഫീൽഡ്സ് ഓർ മീഡിയ. കുറച്ച് ബസ്വേർഡ്സ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ളത്. അതെ, ട്രെൻഡി വേർഡ് വിത്തിൻ എ സ്പെസിഫിക് ഫീൽഡ് ആണ്. വൈറൽ, അതെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെറ്റാകോഗ്നിഷൻ, ഇൻഫ്ലുവൻസർ. അപ്പം എല്ലാവരുടെയും കേൾക്കുന്ന ഒരു പേരാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇൻഫ്ലുവൻസേഴ്സ് കുറെ ഉണ്ട്. ഹൈബ്രിഡ് ലൈഫ്, തന്ത വൈബ്, അതാണ് ഉദ്ദേശിച്ചത്. യെസ്, എക്സാക്ട്ലി, അതും നമുക്ക് ബസ് വേർഡിന്റെ കൂട്ടത്തിൽ പറയാം. വ്ലോഗ്, I like that. AI, cloud computing. I was thinking in the viral. Yes. അതൊക്കെ നമുക്ക് ബസ് വേർഡിന്റെ ഗൂഗിൾ ബസ് വേർഡ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് കുറച്ച് മുന്നേ ആയിരുന്നു. ഗൂഗിൾ ഇറ്റ്, യെസ്, ബസ് വേർഡ് എന്ന് പറയാം. സിനർജി, ഡിസ്ട്രപ്റ്റ്, വ്ളോഗേഴ്സ്, വ്ളോഗിംഗ്, ഇതൊക്കെ തന്നെ ബസ് വേർഡിൽ വരുന്നതാണ്. Brain rot, exactly, Mariam. So, അടുത്തത് അപ്പോൾ എന്താണ്? Easy. Morphology is the study of yes, word formation and structure ആണ്. അപ്പം സെന്റൻസ് സ്ട്രക്ചറിന്റെ സ്റ്റഡിക്ക് നമ്മൾ എന്ത് പറയും? Syntax. അതെ. സൗണ്ട് പാറ്റേൺസിന്റെ ആണെങ്കിൽ Phonology. അതെ, ഫോണോളജി ആണ്. ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ചാണെങ്കിലോ? ഗ്രാഫോളജി. യെസ്, എക്സാക്ട്ലി ബിസ്മ, ഗ്രാഫോളജി തന്നെ. അതാണ് ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നത്. അപ്പം മോർഫോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ ഇന്റർണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. വേർഡ് ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ മോർഫോളജി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മോർഫോളജിയിൽ എത്തിയിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following contains an inflectional morpheme? Rethink, happiness, walked, undo. Walked. Yes, walked done. എന്താണ് ഇൻഫ്ലെക്ഷണൽ മോർഫീം എന്നപ്പോ പറഞ്ഞാൽ എന്താ? Walked done. Doing grammatical function. Modify your words. Grammatical function, അല്ലെ? Tense, number, case, modifying the existing words. അതാണ് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്? ഇൻഫ്ലെക്ഷണൽ മോർഫിംഗ് എന്ന് പറയുന്നത്. വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കോർ മീനിങ് ഓഫ് വേർഡ് ക്ലാസ് മാറ്റാതെ. പൊതുവേ നമ്മൾ എന്താ പറയുക, സഫിക്സസ് യൂസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷിൽ പൊതുവെ അങ്ങനെ ചെയ്യാറ്, ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഡെറിവേഷണൽ മോർഫീം? ഇൻഫ്ലെക്ഷണൽ മോർഫീം പറഞ്ഞതുകൊണ്ട് പറയട്ടെ, ഇംഗ്ലീഷിൽ പൊതുവെ 8 ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മള്. അതായത് പ്ലൂറലിന് എസ്, പൊസിസീവിന് അതായത് അപ്പോസ്ട്രോഫി എസ്, അങ്ങനെ വരുന്നത്. അങ്ങനെ 8 ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് ആണ് പൊതുവെ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്? മോർഫീം ദാറ്റ് ചേഞ്ചസ് ദ ഗ്രാമാറ്റിക്കൽ കാറ്റഗറി ഓർ മീനിങ് ഓഫ് എ വേർഡിനെയാണ് നമ്മൾ ഡെറിവേഷണൽ മോർഫീം എന്ന് പറയുന്നത്.
യെസ്, ഒരു ന്യൂ വേർഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ ഡെറിവേഷണൽ മോർഫീമിൽ, ആൻഡ് ഇറ്റ് ചേഞ്ചസ് ദ വേർഡ് ക്ലാസ്. അപ്പം ഹാപ്പിയിൽ നിന്ന് അൺഹാപ്പി ആക്കുന്നത് അതൊരു ഡെറിവേഷണൽ മോർഫീം ആണ്. മാം Noun, ഇൻഫ്ലെക്ഷണൽ മോർഫിം എത്രയുണ്ട് മാം? പൊതുവെ 8 എണ്ണാണ് പറയാറ്. അതായത് പ്ലൂറൽ, പൊസസീവ്, തേർഡ് പേഴ്സൺ പ്രസന്റിൽ വരുന്നത്, പ്രോഗ്രസീവ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ കമ്പാരിറ്റീവ്. ഇത്രയാണ് ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് വരുന്നത്. സൂപ്പർലേറ്റീവ് ഓൾസോ. അതായത് പ്ലൂറൽ ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്ന് പറയുന്നത് ഒന്ന്, പിന്നെ പൊസസീവ് വരുന്നത് അപ്പോസ്ട്രോഫി എസ്, ദെൻ തേർഡ് പേഴ്സൺ സിംഗുലർ വരുന്നത് പ്രസന്റിൽ, അതായത് എസ് വരുന്നത് റൺസ് അങ്ങനെ വരുന്നത്. പിന്നെ പ്രോഗ്രസീവ് ആയിട്ട് കാണിക്കുന്ന ING ഫോം, പാസ്റ്റ് ടെൻസിൽ ED, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഈറ്റൺ, ബീറ്റൺ എന്നെല്ലാം പറയുന്നത് പോലെ. കമ്പാരറ്റീവ് അറിയാലോ, ഫാസ്റ്റർ അങ്ങനെ വരുന്നത്. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഫാസ്റ്റസ്റ്റ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. വാട്ട് ഇസ് സബ്ലേഷൻ ഇൻ മോർഫോളജി? ഇത് ഈസിയാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Adding prefixes to make new words ആണോ, using completely different forms for related meanings ആണോ, repeating words for emphasis ആണോ, replacing verbs with nouns ആണോ? Yes, it's using completely different forms for related meanings. Example പറഞ്ഞേ. Example? Yes, Westin, good. Walked എങ്ങനെ വരും? Went, go, went. അതെ, go, went. To be എന്ന് കാണിക്കാൻ, അതായത് പ്രസന്റിലാണെങ്കിൽ is, am, are, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ was, were, verb to be കാണിക്കാൻ യൂസ് ചെയ്യുന്നത്. ഗുഡ് ആണെങ്കിൽ അതിന്റെ കമ്പാരറ്റീവും സൂപ്പർലേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. സോ ഇതാണ് സബ്ലേഷൻ. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. എക്സാക്ട്ലി മറിയാം. I versus me, subject versus object വരുന്നത്, ഇതൊക്കെയാണ് സബ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് യൂസിങ് കംപ്ലീറ്റ്ലി ബാഡ് വേർഡ്സ്, അതെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫോംസ് ഫോർ റിലേറ്റഡ് മീനിങ്സിനെയാണ് നമ്മൾ സബ്ലേഷൻ ഇൻ മോർഫോളജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a grammatical അല്ലെങ്കിൽ function morpheme? Book, dance, the, chair. അതെ, ആണ് അല്ലെ ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ മോർഫീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, പൂജ, ലക്ഷ്മി, സാനിയ, ശ്യാമ, റബീന, സുരഭി, നമിത, മറിയം, ഗ്രീഷ്മ, താര, ഫരീസ, സാബിറ, അനില. എന്താ അപ്പം ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ മോർഫീം എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? സെർവ് ഗ്രാമാറ്റിക്കൽ പർപ്പസ് അല്ലെ, കൺവേയിങ് കോൺക്രീറ്റ് മീനിങ് കൺവേ ചെയ്യുന്നതിന് പകരം ഗ്രാമാറ്റിക്കൽ പർപ്പസ് സെർവ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ മോർഫീംസ്. യെസ് റസീന, ഗ്രാമാറ്റിക്കൽ പർപ്പസ് വേർഡ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ മോർഫീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. വാട്ട് പ്രോസസ് ക്രിയേറ്റ്സ് വേർഡ്സ് ദാറ്റ് ഇമിറ്റേറ്റ് സൗണ്ട്സ്? നമ്മൾ വേർഡ് ഫോർമേഷനിലേക്ക് കടന്നിട്ടുണ്ട്. അതെ, ഒനോമോട്ടോപോയിയ. ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻസ് ആണ് ഓരോ സ്ഥലത്ത്. റീഡ്യൂപ്ലിക്കേഷൻ, അഫിക്സേഷൻ, അക്രോണിയം. ഇതിൽ ഒന്നാമത്തെ ഒനോമോട്ടോപിയ ആണ്. ഈ പറഞ്ഞ മാതിരി ക്രിയേറ്റ്സ് വേർഡ്സ് ദാറ്റ് ഇമിറ്റേറ്റ് സൗണ്ട്സ്. അങ്ങനെയാണെങ്കിൽ റീഡ്യൂപ്ലിക്കേഷൻ എന്താണ്? അതെ, റിപ്പീറ്റ് ചെയ്ത് റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബൈ ബൈ. അതെ, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ടിപ്പ് ടോപ്പ്, സിഗ്സാഗ്, അതെ, വിഷി വാഷി, വില്ലി നില്ലി, ഹലോ ഹലോ, അതൊക്കെ വരുന്നത് റീഡ്യൂപ്ലിക്കേഷൻ. അഫിക്സേഷൻ ആണെങ്കിലോ
Adding prefix or suffix. ആഡിങ് പ്രിഫിക്സസ് സഫിക്സസ് ആണ് എഫിക്സേഷൻ എന്ന് പറയുന്നത്. അതെ, സൂപ്പർ ഡ്യൂപ്പർ ഒരു റീഡ്യൂപ്ലിക്കേഷൻ ആണ്. ആക്രോണിം ആണെങ്കിലോ USA. അത് ആക്രോണിം ആണോ? ആക്രോണിം പറയുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആക്രോണിം വരുന്നുണ്ട് ക്വസ്റ്റ്യൻസിൽ, അതവിടെ വെക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the process of forming new words by adding prefixes or suffixes? ഇപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അതെ, Affixation. അതെ, എഫിക്സേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? Shortening. അതെ, ഷോർട്ടനിങ് എ ലോങ്ങർ വേർഡ്. ഒരു സിലബിൾസ് റിമൂവ് ചെയ്തിട്ട് ഷോർട്ടൻ ചെയ്യുന്നതിനാണ് നമ്മൾ. അതെ, ലാബ് എക്സാമ്പിൾ ആണ്, ഷോർട്ടനിങ് ലോങ്ങർ വേർഡ് ആണ്. അതെ സജിത. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഫോർമേഷൻ. Editor. From edit. അതെ, അതായത് ന്യൂ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മിസ്റ്റേക്കിംഗ്ലി റിമൂവിങ് വാട്ട് ലുക്സ് ലൈക്ക് ആൻ എഫിക്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്താ പറയാ റിമൂവ് ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മാതിരി തന്നെ എഡിറ്റർ എന്നുള്ളതിൽ നിന്ന് എഡിറ്റർ കിട്ടുന്നത് പോലെ തന്നെ. ബെഗ് ഫ്രം ബെഗർ, അതെ. ആക്ട് ഫ്രം ആക്ടർ, അത്. സിംഗ് ഫ്രം സിംഗർ, അത്. സോ അതാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. കമ്പൗണ്ടിങ് ആണെങ്കിലോ Break down. അതെ, ഏതാണ് കമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാല്? ടു സ്റ്റെംസ് കമ്പൈൻഡ്. അതെ, ഇപ്പം സൺ പ്ലസ് ബ്രഞ്ച് കമ്പൗണ്ടിങ്ങിൽ വരൂല കേട്ടോ. ഞാനത് ബ്രഞ്ച് അല്ല, കമ്പൗണ്ടിങ് അല്ല. കമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ടു ഓർ മോർ എക്സിസ്റ്റിംഗ് വേർഡ്സ് ടു ഫോം എ ന്യൂ വേർഡ് ആണ്. ബ്രഞ്ച് വേറെ കാറ്റഗറിയാണ്, സ്മോഗ് വേറെ കാറ്റഗറിയാണ്, കമ്പൗണ്ടിങ്ങിൽ വരുന്നതല്ല. ടൂത്ത് ബ്രഷ് കറക്റ്റ്, ബ്ലാക്ക് ബോർഡ് കറക്റ്റ്, സൺഫ്ലവർ, ബുക്ക് ഷെൽഫ്, അതെ അതെ, പോർട്ട്മാന്റോ വേർഡ്സിൽ വരുന്നതാണ്. അത് വരുന്നുണ്ട്. പോർട്ട്മാന്റോ വേർഡ്സ് ആണ്. അതെ, ബ്രഞ്ച് സ്മോഗ് ഒക്കെ പോർട്ട്മാന്റോ അല്ലെങ്കിൽ ബ്ലൻഡിംഗിൽ വരുന്നതാണ് ഇതൊക്കെ. അത് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസിൽ, ഇനി വരുന്നുണ്ട്. നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ്, what is the repetition of a word or syllable to form a new word called? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. അതെ, yes, it's reduplication. Reduplication ആണ്. അതിന്റെ എല്ലാം ആൻസേഴ്സ് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ആൻസർ റീഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ കൂട്ടത്തിൽ ഒന്നും ചോദിച്ചോട്ടെ, കൺവേർഷന് വേറൊരു പേരും കൂടിയുണ്ട്. എന്താ? സീറോ ഡെറിവേഷൻ. അതെ, സീറോ ഡെറിവേഷൻ എന്നും കൺവേർഷൻ എന്നും നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Example for conversion, ma'am. അതായത് ഒരു നൗണിൽ നിന്ന് ഒരു വേർബ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഗൂഗിളിൽ നിന്ന് ടു ഗൂഗിൾ എന്ന് പറയുന്നത്, അതായത് ചേഞ്ചിങ് എ വേർഡ്സ് ഗ്രാമാറ്റിക്കൽ ക്ലാസ് വിതൗട്ട് ഓൾട്ടറിങ് ഇറ്റ്സ് ഫോം. Okay, ma'am. ഓക്കെ, ഇവിടെ ആൻസർ വന്നു കഴിഞ്ഞോ? ഷോർട്ടനിങ് എ ലോങ്ങർ വേർഡ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് എന്താണ്? അതെ, ഇറ്റ്സ് ക്ലിപ്പിംഗ് അല്ലേ? ക്ലിപ്പിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. Max. ഏതാണ്? Max. മാത്സ്, മാത്തമെറ്റിക്സ്. യെസ്, മാത്സ്. ലബോറട്ടറി ആണെങ്കിൽ ലാബ്, അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ആഡ്, omnibus bus, examination exam, phone telephone, refrigerator fridge. അതെ, ഓക്കെ. അപ്പം എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിലേ Telephone back formation വരുമോ മാം? Telephone ഇല്ലല്ലോ, ബാക്ക് ഫോർമേഷനിൽ വരില്ല. Okay, ma'am. Next question. What process shortens a phrase by using the first letters but it pronounces each letter separately? ഇവിടെ ശ്രദ്ധിക്കണം. നേരത്തെ നമുക്കൊരു പറയണേ, ആക്രോണിം ആണോ അബ്രിവേഷൻ ആണോ എന്നുള്ളത് നോക്കണം.
ഇവിടുത്തെ ആൻസർ ഏതാ? Process shortens a phrase by using the first letters but pronounces each letter separately. Separate ആയിട്ട് പറയുന്നതിനെ നമ്മൾ ആക്രോണിം എന്നാണോ അബ്രിവേഷൻ എന്നാണോ പറയാ? രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നുണ്ട്. ഒന്ന് ആക്രോണിം എന്നും പറയുന്നുണ്ട്, ഒന്ന് അബ്രിവേഷൻ എന്നും പറയുന്നുണ്ട്. ആരൊക്കെ ഒരാളൊരു ഫൈനൽ ആൻസർ പറഞ്ഞേ? അബ്രിവേഷൻ ആണ്. യെസ്, അബ്രിവേഷൻ ആണ്. കറക്റ്റ്, അബ്രിവേഷൻ ആണത്. അതായത് അബ്രിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഷോർട്ടനിങ് എ ഫ്രേസ് ബൈ യൂസിങ് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ഈച്ച് വേർഡ് ആൻഡ് പ്രൊനൗൺസിങ് ഈച്ച് ലെറ്റർ സെപ്പറേറ്റ്ലി. അതാണ് ഈ പറഞ്ഞ മാതിരി USA, പിന്നെ വേറെ വരുന്നത് എന്തൊക്കെയാണ്? FBI, CEO, ഇതൊക്കെ നമുക്ക് അബ്രിവേഷനിൽ പറയാം. ആക്രോണിം ആണെങ്കിൽ WHO, അതെ, WHO, MLA, അതെ, അതൊക്കെ നമുക്ക് USSR, BSNL, ഇതൊക്കെ അബ്രിവേഷനിൽ വരുന്നതാണ്. നേരെ മറിച്ച് ആക്രോണിം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ സിംഗിൾ വേർഡ് ആയിട്ടാണ് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാസ, അതെ, നാസ, നബാർഡ്, അതെ, യുനെസ്കോ, ഇതാണ് ആക്രോണിം. മാറിപ്പോകാൻ പാടില്ല കേട്ടോ. സ്ക്യൂബ, എയ്ഡ്സ്, സ്പിൻ. ISRO എന്ന് പറയുന്നത് അബ്രിവേഷൻ ആണ്. ISRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആക്രോണിം എന്ന് പറയാം. ISRO എന്നാണ് പറയുന്നതെങ്കിൽ എനിവേ ISRO എന്ന് സെപ്പറേറ്റ്ലി പറയുന്നതാണ് ഇറ്റ്സ് അബ്രിവേഷൻ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ISRO അല്ലെങ്കിൽ ISRO. ISRO എന്നാ പറയുന്നതെങ്കിൽ എന്താവും? Next question. What is it called when a new word is created by removing an actual or supposed affix? ഇവിടെ ആരോ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നല്ലോ. BCom MCom എല്ലാം പറയുന്നില്ലേ, അപ്പൊ അത് ഏതിലാ വരുന്നത്? BCom MCom എന്നൊക്കെ പറയുന്നത് ബാച്ചുലർ ഓഫ് ഇതെന്ന് പറയുന്നതല്ലേ? ബാച്ചുലർ ഓഫ് കോമേഴ്സ് എന്നൊക്കെ പറയുമ്പം acronym. I'm not very sure at all. I think it's acronym. Back formation, അതെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ബാക്ക് ഫോർമേഷൻ. അപ്പൊ ഇവിടെ നേരത്തെ ആരോ ചോദിച്ചു, ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഡ് ഫോർമേഷൻ. അതായത് എന്താണ്? ന്യൂ വേർഡ് ഇസ് ക്രിയേറ്റഡ് ബൈ മിസ്റ്റേക്കിംഗ്ലി റിമൂവിംഗ് വാട്ട് അപ്പിയേഴ്സ് ടു ബി ആൻ അഫിക്സ്. അല്ലാതെ വെറുതെ ക്ലിപ്പ് ചെയ്തിട്ട് ഷോർട്ടൻ ചെയ്യുന്നതല്ല, മിസ്റ്റേക്കിംഗ്ലി റിമൂവ് ചെയ്യുന്നതാണ്. ഒരു പുതിയ വേർഡ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഡിറ്ററിൽ നിന്ന് എഡിറ്റ് ആവുന്നതും, അല്ലെങ്കിൽ ടെലിവിഷനിൽ നിന്ന് ടെലിവൈസ് എന്ന് വരുന്നത്, അല്ലെങ്കിൽ ഡൊണേഷനിൽ നിന്ന് ഡൊണേറ്റ് എന്ന് പറയുന്നത്, അതൊക്കെ ബാക്ക് ഫോർമേഷന്റെ എക്സാമ്പിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, what is it called when a proper noun is used as a common noun to represent a type or quality? Antonomasia. അതെ, ആന്റോണോമേസിയ ആണ്. ആന്റോണോമേസിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ ആസ് എ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിന് നമ്മൾ ദ ബാർഡ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, Xerox, Antonomasia, അതെ, അപ്രോപ്രിസം. നേരെ മറിച്ച് അല്ല, സാൻഡ്വിച്ച്, ഓൾ ഓഫ് സാൻഡ്വിച്ച് ഒക്കെ പറയുന്നത് ഇപ്പോണിമിയാണ്. അതായത് പ്രോപ്പർ നൗൺ ഇവോൾവ്സ് ഇൻടു എ കോമൺ നൗൺ ടു ഡിനോട്ട് എ ബ്രോഡർ കോൺസെപ്റ്റ്. അതിനെയാണ് നമ്മൾ ഇപ്പോണിമി എന്ന് പറയുന്നത്. ഒരാളുടെ പേരിൽ നിന്ന് ഇതാവുന്നത്. റോമിയോ എന്ന് പറയുന്നത് ആന്റോണോമേസിയ ആണ്, നെയിമിംഗ് ആഫ്റ്റർ പേഴ്സൺ. ഒരു അതേപോലെ തന്നെ ഇപ്പോണിമിക്ക് നമുക്ക് ക്ലീനെക്സ് എന്ന് പറയാം. ലൈക്ക് ജനറിക് ടേം ഫോർ ടിഷ്യൂസിനെയാണ് ശരിക്കും അത് പറയുന്നത്, ബട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ചാൾസ് ബോയ്ക്കോട്ട് എന്നുള്ള ആളെ പേരിൽ നിന്ന് ബോയ്ക്കോട്ട് എന്ന് പറയുന്നതെല്ലാം വരുന്നത് ഇപ്പോണിമിയാണ്. അതായത് പ്രോപ്പർ നൗണിൽ നിന്ന് കോമൺ നൗണിലേക്ക് വരുന്നത്. നേരെ മറിച്ച് ആന്റോണോമേസിയ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണിനെ യൂസ് ചെയ്യുന്നത് ആസ് എ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് ഓർ വൈസ് വേഴ്സ. അതിനാണ് നമ്മൾ ആന്റോണോമേസിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേതാണ്? The word
text as a verb from the noun. Text is an example of blending ആണോ, conversion ആണോ, affixation ആണോ, eponymy ആണോ? Text എന്നുള്ള വേർബിൽ നിന്ന് ഏതാണ്? കൺവേർഷൻ. അതെ അതെ, കറക്റ്റ്. കൺവേർഷൻ അല്ലെങ്കിൽ സീറോ ഡെറിവേഷൻ ആണ്. എക്സാക്ട്ലി. അതായത് ഇറ്റ്സ് എ പ്രോസസ് വേർ എ വേർഡ് ചേഞ്ചസ് ഇറ്റ്സ് ഗ്രാമാറ്റിക്കൽ കാറ്റഗറി. അവിടെ നിന്ന് വേർബ് ഇവിടെ പറയുന്ന പോലെ വിതൗട്ട് എനി ഓൾട്ടറേഷൻ ടു ഇറ്റ്സ് ഫോം, അല്ലെങ്കിൽ ഒരു പ്രൊഫിക്സോ സഫിക്സോ ഒന്നും തന്നെ അവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which word is an example of compounding? Easy, very easy. Skyscraper. Skyscraper ആണ്. Compounding എന്ന് പറഞ്ഞാൽ എന്താണ്? Skyscraper ആണ്. Combining two or more existing words to create a new word with its own meaning. അതിനെയാണ് നമ്മൾ compounding. Two stems combined. Exactly. അത് തന്നെയാണ് കമ്പൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which word uses antonomasia? അതെ, കാസനോവ to refer to a womanizer ആണ് antonomasia എന്ന് പറയുന്നത്. അപ്പം proper noun, or a specific person agam place avam, is used as a common noun to represent a general trait. അതിനെയാണ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് ആവാം, റിപ്ലേസസ് എ പ്രോപ്പർ നെയിം. ഇപ്പം ദ ബാർഡ് ഫോർ ഷേക്സ്പിയർ എന്നുള്ള പറയുന്ന പോലെ അതിനെയാണ് നമ്മൾ ആന്റോണോമേസിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവാം. Which process turns happy into unhappiness? ഇതും ഈസി അല്ലേ? അതെ, കൃഷ്ണ. affixation ആണ്. അതെ, ഹാപ്പി അൺഹാപ്പിനെസ് ആക്കി മാറ്റുന്നത്. ഇറ്റ്സ് ആഡിങ് ബോത്ത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, രണ്ടും ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? പ്രിഫിക്സ് എന്ന് പറയുന്ന അൺഹും സഫിക്സ് എന്നുള്ള NESസും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് affixation. ഒരു എക്സാമ്പിൾ ആണ്. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഏതാണ് അപ്പം ഇതിലെ? ഹാപ്പി എന്നുള്ള ആഡ്ജക്റ്റീവ് ആണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ് അൺഹാപ്പി അഡ്ജക്റ്റീവ് ആക്കുന്നത്. അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? NESS, കോമൺ ആണ്. യെസ്. ഓ, ഇത് കൺവേർഷൻ കൂടെ ഇല്ലല്ലോ? അല്ല, ഇല്ല. ഹാപ്പി അത് ക്ലാസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഹാപ്പി അൺഹാപ്പി. അപ്പൊ അതിന് കൺവേർഷൻ എന്ന് പറയോ? കൺവേർഷൻ എന്ന് പറയുന്നത് ക്ലാസ് വിതൗട്ട് എഫിക്സസ് അല്ലേ? ഒരു എഫിക്സസ് ഇല്ലാതെ ചേഞ്ച് വേർഡ് ക്ലാസ് വിതൗട്ട് എഫിക്സസിനെ അല്ലേ നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്? ബോട്ടിൽ അല്ലെങ്കിൽ ടു ബോട്ടിൽ, നൗണിൽ നിന്ന് വേർബിലേക്ക് ആക്കുന്നതൊക്കെ സീറോ ഡെറിവേഷൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The word bye bye is an example of reduplication. അതെ, നിഷിത, reduplication ആണ്. അതെ, ലക്ഷ്മി, മറിയം. ബാക്കി ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ കണ്ട്. ക്ലിപ്പിംഗ്, reduplication, acronym, back formation. അപ്പം ഇതിൽ bye bye എന്ന് പറയുന്നത് is an example of reduplication. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What process is involved when the noun email is used as a verb, as in I'll email you? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഏതാപ്പം വരാം? കൺവേർഷൻ. ഇതാണ് ഇവിടെ ഇപ്പം ഒരു ഡൗട്ട് ചോദിച്ചത്. ഇതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് is the process where a word changes its grammatical category without any alteration to its form. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തല്ലേ പോവാം. ഓക്കെ, അടുത്തത്. Which of the following is a blend word? മോട്ടൽ. അതെ, ബ്ലെൻഡിംഗ് വേറെ ഒരു പേരെന്താ? പോർട്ട്മാൻറ്റോ പോർട്ട്മാൻറ്റോ എന്ന് പറയും.
അതായത് merging parts of two existing words to create a new word. മോട്ടൽ. അതെ, മോട്ടൽ വരും. വേറെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. സ്മോഗ്. അതെ. ഇൻഫർടൈൻമെന്റ്. ബ്രഞ്ച്. സ്പോക്കും സ്പൂണും കൂടെ ചേർത്തിട്ട് സ്പോക്ക് എന്ന് പറയുന്നത്. ബ്രഞ്ച്. കോമഡി. കോമഡി. ഓ എന്നൊക്കെ പറഞ്ഞോ. ഇൻഫർടൈൻമെന്റ് ആണോ പറഞ്ഞേ? പോഡ്കാസ്റ്റ്, എസ്കലേറ്റർ, ഫെന്റാബുലസ്, ടെലികാസ്റ്റ്, ഇതൊക്കെ തന്നെ നമ്മുടെ ബ്ലെൻഡിങ് വേർഡ് അല്ലെങ്കിൽ പോർട്ട്മാൻറ്റോ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിരുഷ്ക. അതെ, അതും ഒരു പോർട്ട്മാൻറ്റോ വേർഡാണ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ആണെന്ന് നമുക്ക് പറയാം. കമ്പൈനിങ് വിരാട് ആൻഡ് അനുഷ്ക. ഇങ്ങനെ എന്താ പറയുക, കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ നല്ല ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്. Which of the following is a clipped word? A. Bus, B. Robot, C. Internet, D. Newspaper. Bus ആണ്. എന്തുകൊണ്ടാ ബസ്സിനപ്പം ഫുൾ ആയിട്ട് എന്താ പറയാ? ഓംനി ബസ് ആണ്. അതിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. എങ്ങനെ? Shall we move to the next question? Yes. ഇവിടെ എന്താ ചോദിക്കുന്നത്? Which of the following is an acronym എന്നാണ് ചോദിച്ചത്. നാസയാണ്. നമ്മളിപ്പം അതിന്റെ എക്സ്പ്ലനേഷനിന് വേണ്ടല്ലോ. നാസ acronym എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ് ഫോം ഫ്രം ദ ഇനീഷ്യൽ ലെറ്റേഴ്സ് ഓഫ് എ ഫ്രേസ് ആൻഡ് പ്രൊനൗൺസ്ഡ് ആസ് എ സിംഗിൾ വേർഡ്. അതിനെ നമുക്ക് acronym എന്ന് പറയാം. നേരെ ഇവിടെ തന്നെ USA അല്ലെങ്കിൽ CD എന്ന് പറഞ്ഞാലും MR എന്ന് പറയുന്നതൊക്കെ, മിസ്റ്റർ എന്ന് പറയുന്നതൊക്കെ എന്താ പറയണ്ടേ? അബ്രിവേഷൻ. ഇത് മിസ്റ്റർ എന്ന് പറയുന്നത് അബ്രിവേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് MCOM എന്ന് പറയുന്നത് ഇറ്റ്സ് അബ്രിവേഷൻ, അല്ലെങ്കിൽ BCOM എന്ന് പറയുന്നത് ഇറ്റ്സ് അബ്രിവേഷൻ എന്ന് പറയാം. ഐ തിങ്ക്, ഐ എം നോട്ട് വെരി ഷുവർ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The word bus imitates sound. What process is this? അതെ, ഇറ്റ്സ് onomatopoeia. Onomatopoeia തന്നെയാണ് ഈ ഇമിറ്റേഷൻ ഓഫ് സൗണ്ട്സിനെ കൊണ്ട് പറയുന്നത്. അതെ, onomatopoeia. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A recently coined word is called a Neologism. അതെ, അതിനെ നമ്മൾ നിയോളജിസം എന്ന് പറയും. ഒരു എക്സാമ്പിൾ എന്താ പറയാനുള്ള നിയോളജിസത്തിന്? ഗൂഗിൾ, ബ്ലോഗ്, യൂട്യൂബ്, സെൽഫി, സ്റ്റെക്കേഷൻ. സ്റ്റേക്കേഷനും സ്റ്റേയും കൂടെ ചേർന്ന് സ്റ്റെക്കേഷൻ എന്ന് പറയുന്നത്. സെൽഫി, ഇമോജി, എന്ത് പറഞ്ഞാലൊരു ഇമോജി ഇടുന്ന പരിപാടിയല്ലേ, ഇമോജി. ഇതൊക്കെ തന്നെ നമുക്ക് മലയാളം കുമ്മനടിക്കുക. കുമ്മനടിക്കുക, അതെല്ലാം നിയോളജിസത്തിന്റെ പേര്. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്ത വൈബ് ഐ തിങ്ക് നിയോളജിസം ആണ് അല്ലേ? അതിപ്പം വന്നതല്ലേ, ലേറ്റസ്റ്റ് അല്ലേ? യെസ്, അതാണ് നിയോളജിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇനി എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Words like TV and ad are the result of compounding, clipping, conversion, eponymy. Yes, it's clipping. That is shortening a longer word by removing one or more syllables. അതിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ടിവിന്റെ ആണെങ്കിൽ എന്താ അത് ഫുൾ ആയിട്ട് വരുന്നത് എന്താണ്? ടെലിവിഷൻ ആണ്. അതേപോലെ ആഡ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്നാലും the verb edit was created from the noun editor. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? ബാക്ക് ഫോമേഷൻ. ബാക്ക് ഫോമേഷൻ മറക്കൂലല്ലോ, തെറ്റിക്കൂലല്ലോ. ഇതാണ് ബാക്ക് ഫോമേഷൻ എന്ന് പറയുന്നത്. So with this question we end today's session. എങ്ങനെയുണ്ടായിരുന്നു?
യൂസ്ഫുൾ ആയിരുന്നോ? എക്സ്ക്യൂസ് മീ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ടി വി എന്ന് പറയുന്ന ഒരു അബ്രിവിയേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഏതാണ്? ടി വി, ടെലിവിഷന്റെ ടെലിവിഷന് നമ്മള് അബ്രിവേഷൻ ആയിട്ട് പൊതുവെ പറയില്ല. മീൻസ് പൊതുവെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അബ്രിവേഷൻ പറയുമോ ചോദിച്ചാൽ നമുക്ക് വേണ്ടിക്ക് പറയാം. ബട്ട് അബ്രിവേഷന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു കുറെ വേർഡ്സിന്റെ ആദ്യത്തെ ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ളത് USA എന്ന് പറയുന്നതൊക്കെ നമുക്ക് അബ്രിവേഷൻ ആയിട്ട് പറയാം. അപ്പൊ വേണം ടിവിനെ നമുക്ക് അബ്രിവേഷൻ ആയിട്ട് കരുതണം എന്നൊക്കെ കരുതാം. അതിപ്പം സ്ട്രിക്റ്റ് റൂള് ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. മാം ഇനീഷ്യൽ സൗണ്ട്സ്, ഇനീഷ്യൽ ലെറ്റേഴ്സ് എടുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ലെറ്റേഴ്സ് യൂസ് ചെയ്ത് അപ്പൊ അബ്രിവേഷൻ ആണെന്ന് പറയാം. ക്ലിപ്പിങ്ങിന് എക്സാമ്പിൾ ലാബ് വരും. ഏതാണ്? ക്ലിപ്പിങ്ങിന് ആ ലാബ് വരും. ലബോറട്ടറി എന്നുള്ളത് ലാബ് വരും. ഓക്കെ. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. മാം. ഈ വേർഡ് തന്നിട്ട് ഈ സിലബിള് കണ്ടുപിടിക്കാൻ സ്ട്രെസ് മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോ ഇപ്പോഴും കൺഫ്യൂഷൻ തെറ്റിച്ച് കളയുന്നുണ്ട്. അതൊന്ന് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് തുടങ്ങിയില്ല ഓൾറെഡി. അപ്പം ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ, ഐ തിങ്ക് ഒരു 7 days ട്രാൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള വേർഡ്സ് വരും. അതെങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ? അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സ്ട്രെസ്സും സിലബിളും ഒക്കെ കറക്റ്റ് ചോദിക്കുമ്പോ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നുണ്ട്. അതായത് PSCയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അതേ വഴിയുള്ളൂ. അതിനൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, ട്രാൻസ്ക്രൈബ് ചെയ്യുക, സ്ട്രെസ് കൊടുക്കുക, അത് തന്നെ. അപ്പം കുറെ വേർഡ്സുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് നോക്കേണ്ടത്. So, okay.